ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ചപ്പാത്തി റോളാണ്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഷവർമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ കയ്യിലിട്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എൻ്റെ എണ്ണയിലിട്ട് ഒന്നങ്ങ് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഇതൊരു 200 ഗ്രാം ചിക്കൻ ഉണ്ട്. അപ്പോൾ ഒരു 10 റോളിൻ്റെ ആ ഒരു ഫില്ലിങ്ങാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ 200 ഗ്രാം ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിൽ വെള്ളമൊക്കെ പോകാനായിട്ട് അരിപ്പയിലിട്ടതിന് ശേഷം ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചിക്കൻ ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം ചിക്കൻ ഈ ഒരു രീതിയിൽ വന്നാൽ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ്. അതുകൊണ്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു മസാലയുടെ പച്ചക്കുത്തൊക്കെ മാറുന്നവരെ ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്നങ്ങ് വേവിച്ചെടുക്കാനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ചേർത്ത് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്യാരറ്റാണ്. ഏകദേശം ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് തിക്നെസ്സിൽ ചേർത്താൽ ഇത് നമുക്ക് വല്ലാണ്ട് കടിക്കുന്ന രീതിയിലാവും. അപ്പോൾ ഇനി ഇതിലേക്ക് ക്യാബേജ് ഏകദേശം ഒരു 1/2 കപ്പ് ക്യാബേജ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെജിറ്റബിളാണോ കൂടുതൽ ഇഷ്ടം അത് കൂടുതലായിട്ട് ചേർത്തിട്ട് അങ്ങനെയൊക്കെ വ്യത്യാസം വരുത്താം. നിങ്ങൾ കുട്ടികൾക്കൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും കഴിച്ചോളും. അപ്പോൾ ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു ഹാഫ് കുക്കായാൽ മതി. നമുക്ക് ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ക്യാബേജ് ആയാലും ക്യാരറ്റ് ആയാലും ഒക്കെ നമുക്കിത് പച്ചക്ക് കഴിക്കുന്നതാണല്ലോ. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റിൽ ചേർക്കാനുള്ളത് കുറച്ച് ക്യാപ്സിക്കം, ഏകദേശം ഒരു ചെറിയ സൈസ് ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു തക്കാളിയുടെ ഉള്ളിലത്തെ ആ ഒരു അല്ലിയൊക്കെ മാറ്റിയിട്ട് ഞാൻ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. പിന്നെ നമ്മളിത് മയോണൈസ് ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് കുറച്ച് കുറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് മുതൽ 3 ടേബിൾ സ്പൂൺ വരെ മയോണൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തന്നെ ചേർക്കുക. ഇത് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത മയോണൈസാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ വേണ്ടവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി ചേർത്തിട്ട് ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡിയായി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ് തന്നെയാണ്. അപ്പോൾ നമുക്കിത് കുബൂസിൽ വേണമെങ്കിൽ അങ്ങനെ റോൾ ചെയ്തെടുക്കാം, ചപ്പാത്തിയിൽ വേണമെങ്കിൽ അങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കുഞ്ഞു ചപ്പാത്തിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇഫ്താറിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ വലിയ ചപ്പാത്തിയിലല്ല, ഇതുപോലെ ചെറിയ ചപ്പാത്തിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ചപ്പാത്തി ആകുമ്പോൾ ഒന്ന് കഴിക്കുമ്പോൾ തന്നെ വയറങ്ങ് ഫില്ലാവും. അതുകൊണ്ട് ഇതുപോലെ ചെറിയ ചപ്പാത്തിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇതുപോലെ റെഡിയാക്കി പിന്നെ ഫില്ലിങ്സും തണുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ചപ്പാത്തി ചെറിയ ചപ്പാത്തിയായിട്ട് ചപ്പാത്തിയും റെഡിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുബൂസ് വീട്ടിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ കുബൂസിൽ വേണമെങ്കിൽ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അത് നല്ല ടേസ്റ്റി തന്നെയാണ്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബട്ടർ ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് റോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ബട്ടർ ഷീറ്റില്ലെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ചപ്പാത്തിയിൽ വെച്ച് റോൾ ചെയ്താലും മതിയാവും. അപ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഫില്ലിങ്സ് ചേർത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും മയോണൈസും കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഫില്ലിങ്സിൽ അത്യാവശ്യം മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും ചേർത്തുകൊണ്ട് ഈ മുകളിൽ വെക്കണമെന്നും ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഇതോടുകൂടി ജസ്റ്റ് ഒന്ന് റോൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത് ഇഫ്താറിൻ്റെ മുമ്പേ ചെയ്തത് കൊണ്ട് കുറച്ച് നേരത്തെ മുമ്പേ ചെയ്തതാണ് വീഡിയോ. അപ്പോൾ ഞാൻ 3 എണ്ണം മാത്രമാണ് ഇപ്പോൾ റോൾ ചെയ്തെടുക്കുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇഫ്താറിൻ്റെ സമയത്തേക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ. അപ്പോൾ വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോൻ്റെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അപ്പോൾ വരുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്